കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഒരു സീസൺ ആണല്ലോ. നീറ്റ്, UPSC ഇതുപോലുള്ള പല എക്സാംസ്. ഇതിൽ പലപ്പോഴും കാണുന്നത് പല കുട്ടികളും അതിനകത്ത് ടോട്ടലി ബേൺഡ് ഔട്ട് ആകുന്നത് കാണാൻ പറ്റും. ഈ ബേൺഡ് ഔട്ട് ആകുന്നത് എക്സസീവായിട്ട് പഠിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം കൂടുതൽ പഠിക്കുന്നതുകൊണ്ട് മാത്രം ഒരാൾ ബേൺഡ് ഔട്ട് ആവില്ല. നിങ്ങളുടെ ബ്രെയിനിന് എത്രമാത്രം വേണമെങ്കിൽ പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബേൺഡ് ഔട്ട് ആവുന്നത് പഠിക്കുന്ന രീതി കൊണ്ടാവാം, അതേപോലെ തന്നെ ആ ഒരു പീരീഡിലെ നമ്മളുടെ ന്യൂട്രീഷൻ, ലൈഫ് സ്റ്റൈൽ ഇതിനെല്ലാത്തും കൂടെ ചേർന്നിട്ടാവും. അല്ലാതെ പഠിക്കുന്നതിന്റെ ഇന്റൻസിറ്റി കൂടിയോണ്ടാണ് ബേൺ ഔട്ട് ആവുന്ന ആരും വിശ്വസിക്കരുത്. അതിന് കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സുകൾ മാത്രം അവലംബിക്കേണ്ടതുള്ളൂ. ഒന്ന്, ഈ ഒരു സമയം സ്ട്രെസ് കൂടുന്നത് കൊണ്ട് തന്നെ കോർട്ടിസോൺ എന്ന് പറയുന്ന ഹോർമോൺ ലെവൽ കൂടുന്നുണ്ടാവും. കോർട്ടിസോൺ കൂടുന്നതുകൊണ്ടാണ് നമുക്ക് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നത്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫിയർ ആണ്. എന്തോ ഒരു പേടി, എന്താകും ഞാൻ ഈ പഠിക്കുന്നതുകൊണ്ട് വല്ല ഫലം ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെയുള്ള പല പേടികളും ഉണ്ടാവും കുട്ടികളുടെ ഉള്ളിൽ. ഇത് സ്ട്രെസ് ഹോർമോൺസിനെ കൂട്ടും, കോർട്ടിസോൺ ലെവൽ കൂടും. കോർട്ടിസോൺ ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രീഫ്രണ്ടൽ ലോബ് ആക്ടിവിറ്റീസ് കുറയും, നമ്മളുടെ കോൺഷ്യസ് ആയിട്ടുള്ള ബ്രെയിൻ ഷട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സംഭവിക്കുന്നത് പഠിക്കും, പക്ഷേ പഠിക്കുന്ന ഒന്നും പൂർണ്ണമായിട്ട് നമ്മുടെ ബ്രെയിൻ അസിമുലേറ്റ് ചെയ്ത് അതിനെ സ്റ്റോർ ചെയ്യുന്നതിൽ ഫെയിലിയർ ഉണ്ടാവും. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവുന്ന ഒരു ഘടകം. എങ്ങനെയാണ് ഇതിന് പുറത്തു വരാൻ പറ്റുക? ഇതിനകത്ത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഈ ഒരു സമയത്ത് ഉറക്കം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതും നമ്മുടെ സ്ട്രെസ് ലെവൽ കൂട്ടും, അതും നമ്മുടെ കോർട്ടിസോൺ ലെവൽ കൂട്ടുന്നുണ്ടാവും. ഇതിനുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ബ്രീത്തിങ് പ്രോപ്പറായിട്ട് കുട്ടികൾ പഠിപ്പിച്ചു കൊടുക്കുക. സ്ലോ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പഠിപ്പിക്കുക. ബ്രീത്ത് ഇൻസും ബ്രീത്ത് ഔട്ട്സും കോൺഷ്യസ് ആവാൻ പഠിപ്പിക്കുകയാണെങ്കിൽ സ്ട്രെസ് ലെവൽസ് കുറയ്ക്കാനോ അല്ലെങ്കിൽ കോർട്ടിസോൺ ലെവൽ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. രണ്ടാമത്, ബോഡി മൂവ്മെന്റ്. ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ കോർട്ടിസോൺ ഡെഫിനറ്റ്ലി കൺസ്യൂം ചെയ്യപ്പെടും. കോർട്ടിസോൺ ലെവൽ ഹൈ ആയി നിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ കോഗ്നിറ്റീവ് കേപ്പബിലിറ്റീസ് കുറവായിരിക്കും. അതിനെ കോഗ്നിറ്റീവ് ഓവർലോഡ് എന്ന് പറയും. അതുകൊണ്ടാണ് പലപ്പോഴും പേരൻസിന് അഡ്വൈസ് ചെയ്യാനാണ് നടന്നുകൊണ്ട് പഠിക്കൂ എന്നൊക്കെ പറയുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടാവാം, പക്ഷെ എന്തായാലും അതുകൊണ്ട് പ്രയോജനമുണ്ട്. കോർട്ടിസോൺ ലെവൽ കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മളുടെ മൂവ്മെന്റ് ആണ്. ഈവൻ നിങ്ങളൊരു 60 മിനിറ്റ്സ് പഠിച്ച ശേഷം ഒരു 5 മിനിറ്റ്സ് നടന്നാൽ പോലും നിങ്ങളുടെ കോർട്ടിസോൺ ലെവലിൽ അത്തരത്തിലുള്ള ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. 3, പ്രോപ്പർ ബ്രേക്കുകൾ. 60 to 90 മിനിറ്റ്സ് വരെയാണ് മാക്സിമം നിങ്ങളുടെ ബ്രെയിൻ ഒരേ സമയം ഒരേ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുക. അതിനുശേഷം ഒരു ബ്രേക്ക് ആവശ്യമാണ്. ആ ബ്രേക്ക് ടൈമിൽ പോയിട്ട് മൊബൈൽ ഫോൺ എടുത്തിട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും മേജർ ഡിസ്ട്രാക്ഷനിലേക്ക് പോകും, ബ്രെയിനിന്റെ കപ്പാസിറ്റി കുറയ്ക്കും. ബ്രേക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മേ ബി 3 to 4 മിനിറ്റ്സ് ബ്രേക്ക് എന്ന് പറയുന്നത് മേ ബി പുറത്തോടെ ഒന്ന് നടക്കുക, മേ ബി ഒന്ന് കിച്ചണിലൊന്ന് പോവുക, അമ്മയുടെ അടുത്തൊന്ന് പോവുക, അല്ലെങ്കിൽ ഒരു മ്യൂസിക് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിരിക്കണം. മഗ്നീഷ്യം എന്നുള്ള മിനറൽ നമ്മുടെ സ്ട്രെസ് ലെവൽസിനെ നന്നായിട്ട് കുറയ്ക്കും, ഉറക്കവും ബെറ്റർ ആക്കും. എന്ന് വെച്ചാൽ കുറച്ചേ ഉറങ്ങുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ക്വാളിറ്റി ബെറ്റർ ആക്കും എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അശ്വഗന്ധ എന്നുള്ളൊരു ഹെർബ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഇത് കോർട്ടിസോണിനെ ന്യൂട്രലൈസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളതാണ്. ബ്രഹ്മി നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യുന്നതാണ്.